ഹായ് ഓൾ, SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് LPSA UPSA എക്സാം എന്നാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും പുതിയ എക്സാം പാറ്റേൺ, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ സിലബസിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് എഴുതുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ, കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ഒരു PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PDF ബാച്ച് എന്ന് പറയുമ്പോൾ വാട്സാപ്പിലൂടെയാണ് ക്ലാസ് കൊടുക്കുന്നത്. PDF ബാച്ച് കൂടെ ചില വാട്സപ്പ് ഓഡിയോ ക്ലാസ്സുകളായിട്ടും ചില ടോപ്പിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പ്രത്യേകം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മറ്റുള്ള സബ്ജക്റ്റിന്, പക്ഷേ നമ്മൾ സോഷ്യൽ സയൻസും സൈക്കോളജിയും മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസുകാർ മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. എന്നാണ് അടുത്ത LPSA UPSA? നിങ്ങൾക്കറിയാം, ഈ ഒരു അടുത്താണ് നമ്മുടെ ഒരു LPSA UPSA കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പേര് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവും. പലർക്കും ചെറിയ മാർക്കിനൊക്കെ ഈ ഒരു ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും, ലിസ്റ്റിൽ പെടാതെ വന്നവരുണ്ടാവും. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കേട്ടിട്ട് കിട്ടാത്ത പല ആളുകളും ആ ഒരു എക്സാം എഴുതാൻ പറ്റാത്തതിൽ വിഷമം അറിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ചാനലിന് താഴെ തന്നെ പലരും, വീഡിയോയ്ക്ക് താഴെ തന്നെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു അവസരമാണ് വരുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആദ്യം ചെയ്യേണ്ടത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാം വരുന്നത് അടുത്ത 2026 അടുത്ത LPSA UPSA എക്സാം വിളിക്കാൻ പോകുന്നത്. 2026 എക്സാം വിളിച്ച് 2027 എക്സാം നടക്കും. ഈ ഒരു ഡേറ്റ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കാലം അല്ലെങ്കിൽ സമയം നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈം പീരീഡിൽ നടക്കുമെന്ന് പറയാൻ കാരണം, ഇപ്പോൾ നിലവിലുള്ള LPSA UPSA ലിസ്റ്റ് മെയ് 31 വരെയാണ്. ഈ വർഷം മെയ് 31 വരെയാണ് നിലവിലുള്ളത്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ലിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നിട്ടുള്ള ആ ഒരു പുതിയ ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഇനി നിയമനം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം 2027 കൂടി അവസാനിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ലിസ്റ്റ് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2027 തീർച്ചയായിട്ടും എക്സാം നടക്കും. 2027 എക്സാം നടക്കണമെങ്കിൽ 2026 എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. LPSA UPSA എന്ന് പറയുന്നത് ഒരു വൈഡ് സിലബസാണ്. നമ്മളെല്ലാ സബ്ജക്റ്റും പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു LPSA UPSA ക്യാച്ച് ചെയ്യാൻ, ഈ ഒരു LPSA UPSA നേടിയെടുക്കണമെന്ന് ഉദ്ദേശമുള്ളവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങളുമായിട്ട് മത്സരിക്കുന്നവർ ഒരുപാട് നേരത്തെ കഴിഞ്ഞ LP UP എക്സാം എഴുതിയിട്ടും കിട്ടാതെ പോയ ആളുകളുണ്ടാവും. അവർ അന്ന് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ പഠിക്കുക. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് സിലബസ്? നമുക്കറിയാം, ഏറ്റവും ബേസ് എന്ന് പറയുന്നത് SCERT ആണ്. SCERTയിൽ ചില മാറ്റങ്ങൾ, ചില ചില ടെക്സ്റ്റുകളിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമുക്കറിയാം സാധിക്കും. 5, 7, 9 ക്ലാസ്സുകളുടെ ടെക്സ്റ്റുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇനി വരുന്ന എക്സാമിന് ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. പഴയ റാങ്ക് ഫയലിലും മറ്റും പഴയ കണ്ടന്റ് ആയിരിക്കും, പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, പഴയ റാങ്ക് ഫയൽസ് വെച്ച് പഠിക്കുന്നതിനേക്കാൾ SCERT ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് നേരിടണമെങ്കിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ടെക്സ്റ്റ് തറോ ആയിരിക്കണം. ഓരോ ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത തവണ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെ പഠിക്കണം? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
പഴയ എക്സാംസ് പോലെയല്ല PSC എക്സാമുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രൂപത്തിൽ എക്സാമിനെ നേരിടാൻ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതിനെല്ലാം ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ചിലപ്പോൾ ഇപ്പോഴും കേട്ടിട്ട് കിട്ടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കേട്ടിട്ട് 2 and 3 നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത LPSC UPSC എഴുതാൻ സാധിക്കും. ഒരുപാട് പേര് കേട്ടിട്ട് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റാതെ വന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോഴേ ശ്രമം തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ. പുതിയ PSC വിജ്ഞാപനങ്ങൾ 61 തസ്തികകളിൽ തന്നെ PSC വിജ്ഞാപനം വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഏതൊക്കെയാണ് അതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്